ഷുവർ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് NTPCയുടേത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറാകാം, നോട്ടിഫിക്കേഷൻ എപ്പോഴാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ADA 24/7 മലയാളം ചാനൽ. ദെൻ ഈ റെയിൽവേ ആണെങ്കിലും ദെൻ SSC ആണെങ്കിലും PSC ആണെങ്കിലും ഹൈക്കോർട്ട് ആണെങ്കിലും നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും നമ്മുടെ മൈൻഡിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഫസ്റ്റ്, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. ഇന്ന് പഠിച്ചു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പഠിക്കില്ല, പിന്നെ വീണ്ടും 2 ദിവസം പഠിച്ചു. നോ, ദാറ്റ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് കറക്റ്റായ രീതിയിലാണ്. അതായത് ഒരു ലൈഫ്, നമ്മുടെ ലൈഫിൽ ഒരു ഫുൾ ടൈം നമ്മൾ പഠിക്കുന്നില്ല, മേ ബി 2-3 മന്ത് നമ്മൾ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സമയം ഫുൾ നമ്മൾ അതിന് ഡെഡിക്കേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും റെയിൽവേയിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കറിയാം NTPCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എക്സ്പെക്ട് ചെയ്യാം. അതായത് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ ഇതിൻ്റെ ഇടയിൽ NTPCയുടെ നോട്ടിഫിക്കേഷൻ വരും. ബട്ട് മേ ബി മോസ്റ്റ്ലി ജൂലൈയിൽ തന്നെ ഉണ്ടാവും, കാരണം ബാക്കി നോട്ടിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് റെയിൽവേ. ഇപ്പം അടുത്ത സമയത്ത് ALP ഒക്കെ, അതുകൊണ്ട് തന്നെ ജൂലൈയിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 2 തരം, നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഡിഗ്രി ഉള്ള ആളാണോ, ഡിഗ്രി ഉള്ള ആൾക്ക് ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റും അപ്ലൈ ചെയ്യാം, നോൺ ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റും അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കൈ നിറയെ അവസരങ്ങളുമായിട്ടാണ് NTPCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. മോസ്റ്റ്, അതായത് ഇത് കോമൺ, ചിലതിന് ചെറിയ വ്യത്യാസം വരും, എങ്കിലും ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ 18 to 33, നോൺ ഗ്രാജുവേറ്റ് 18 to 30. OBC 3 വർഷം, SC ST 5 വർഷം, നിയമാനുസൃതമായ വയസ്സിന് ഇളവുണ്ട്. ചില പോസ്റ്റിനൊക്കെ ഏജിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ കുറച്ച് പോസ്റ്റുകളുടെ കോമൺ ആക്കി പറഞ്ഞതാണ്. അപ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. +2 ആണോ, +2 ഇന്ന ഗ്രൂപ്പ് ഒന്നൊന്നുമില്ല, ഏത് ഗ്രൂപ്പ് ഉണ്ട് പഠിച്ച ആളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും ഒരു ഗ്രാജുവേറ്റ് ആയ ആൾക്ക് ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റുകളും അപ്ലൈ ചെയ്യാം, നോൺ ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റുകളും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ്, ഈ NTPC എക്സാം നടക്കുന്നത് 2 ടയർ 1 ടയർ 2 2 സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. സോ ഈ CBT എക്സാം ഫസ്റ്റ്, അതായത് CBT എക്സാം ഫസ്റ്റ് 1 അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ CBT 2 പോകുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 നമ്മൾ എന്ത് പഠിക്കുന്നോ ആ സിലബസ് തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് CBT 2 പോകുമ്പോൾ പഠിച്ചാൽ മതി. പക്ഷെ വെയിറ്റേജ് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇംഗ്ലീഷ് മീൻസ് അറിയാത്തല്ല, ചില കുട്ടികൾക്ക് ഗ്രാമറൊക്കെ ഒന്ന് തെറ്റിപ്പോകും. അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കേണ്ട. ഇപ്പൊ CBT 1 നമ്മൾ എന്താ പഠിക്കുന്നത്? മാത്സ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, സോ 100 മാർക്ക്. ഈ CBT 1 പാസ്സായി, നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാം? CBT 2 പോകാം. അവിടെ വന്നപ്പോഴും ഇത് തന്നെ, മാത്സ് 35 ക്വസ്റ്റ്യൻ ആയി, വെയിറ്റേജ് മാറി, 35 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35 ക്വസ്റ്റ്യൻ 30 മാർക്ക്, 35 മാർക്ക്. ജനറൽ അവയർനെസ് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻ, സോ 120 മാർക്കായി. പക്ഷെ അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി: ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ദെൻ മാത്തമാറ്റിക്സ്. അപ്പോൾ പേര് 3 സബ്ജക്റ്റ് പഠിച്ചാൽ മതി ഇല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈസിയാണെന്ന് വിചാരിക്കേണ്ട. സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്സിനാണെങ്കിൽ ബോട്ട് മാസ്, ഫ്രാക്ഷൻസ്, അതായത് സിംപ്ലിഫിക്കേഷനിൽ വരുന്ന കുറേ ഏരിയാസ്, അതുപോലെ ഇൻട്രസ്റ്റ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, നെക്സ്റ്റ് ആവറേജ്, പ്രോബ്ലം സോൺ ഏജസ്, സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആൾജിബ്ര, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്പർ സീരീസ്, മെൻസ്ട്രേഷൻ, മിക്സ്ചർ പ്രോബ്ലംസ്, ടൈം ആൻഡ് വർക്ക് ഒക്കെ നിങ്ങൾ മാത്സിൽ നിന്നും പഠിക്കേണ്ട ഏരിയാസ് ആണ്. ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ, അനലോഗി, സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ക്ലോക്ക് ആൻഡ് കലണ്ടർ, ഓർഡറിംഗ് ആൻഡ് റാങ്കിങ്, ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ്, വേർഡ് ഫോർമേഷൻ, നോൺ വെർബൽ റീസണിങ്, അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയാസും പഠിക്കാനുണ്ട്. സോ ഇത് നമ്മൾ CBT 1 നിങ്ങൾ
എന്ത് പഠിക്കുന്നോ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വന്നിട്ടാണ് CPT-2 പഠിക്കുന്നത്. ഇനി നമ്മുടെ ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സും പരിചയപ്പെട്ടു. ജനറൽ അവയർനെസ്സിലേക്ക് പോകുമ്പം ഇക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള അവാർഡുകൾ, ബുക്സും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയറും, ദെൻ അതുപോലെ എൻവയോൺമെന്റ്, ലിവിങ് ഓർഗാനിസം, അതുപോലെ നാച്ചുറൽ റിസോഴ്സ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, കെമിക്കൽ റിയാക്ഷൻ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ, പീരിയോഡിക് ടേബിൾ, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, സോഴ്സസ് ഓഫ് എനർജി, ഡിസീസസ്, ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്, ഇതൊക്കെയാണ് നമ്മൾ GA ജനറൽ അവയർനെസ്സിൽ പഠിക്കേണ്ടത്. അപ്പം രണ്ടിനും സെയിം സിലബസ്, ഒരെണ്ണം കുറച്ച് ഔട്ടറിലാണ്, മറ്റേത് കുറച്ച് നമ്മൾ ഉള്ളിലേക്കൊന്ന് കയറി പോവുക. അപ്പം ഇത്രയും ഈ സിലബസ് ഞാൻ കാണിച്ചപ്പം ഇത്രയും വലിയൊരു സിലബസ് മേ ബി നമ്മളെ കൊണ്ട് ഉടനെ ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എക്സാം അല്ലോ 2026 27 ഒക്കെയാണെങ്കിൽ നമുക്ക് ഒരേ ദിവസം കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്സ് തന്നെയാണ്. അതായത് ആ ഫസ്റ്റ് CPT-1 മാത്സ് ഉണ്ട്, CPT-2 മാത്സ് ഉണ്ട്. CPT-2 വരുമ്പോൾ ജനറൽ അവയർനെസ് 50 മാർക്കിലേക്ക് പോകുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. സ്ഥിരം ചോദിക്കുന്ന റെയിൽവേയുടെ ചോദ്യങ്ങൾ അത് പഠിച്ച് ഈ രീതിയിലാണ് പാറ്റേൺ. അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും റെയിൽവേ ചോദിച്ചിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഏരിയക്കാണ് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം പഠിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം അത് ഈ നമ്മളുടെ ഈ PSC പോലെ എക്സാമുകൾക്കുള്ള പ്രത്യേകത, നമ്മൾ നല്ല ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ എവിടെ നിന്നും ചോദ്യം ചോദിക്കും, നമുക്കത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിൽ പഠിച്ചു പോയത്, ഇത് ഈ സിലബസിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ആ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നാളെ ആവട്ടെ, പഠിക്കാം, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊന്നും വിചാരിച്ച് ഇനി ആരും വെയിറ്റ് ചെയ്യല്. നിങ്ങൾക്ക് +2 ഉണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടോ ഓർത്ത് നോക്കുക, കൈ നിറയെ അവസരങ്ങളാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. എങ്കിൽ പിന്നെ അങ്ങ് പഠനം തുടങ്ങിക്കൂടെ? യെസ്, അതിനായിട്ട് നമ്മൾ ADA 24/7 മലയാളവും നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ജസ്റ്റ് ഗൂഗിളിൽ പോകുക, ADA 24/7 മലയാളം. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്കാണ്. അപ്പം നമ്മുടെ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണാം. നമുക്ക് വേണ്ടത് CGL കറണ്ട് അഫയേഴ്സ് ബാച്ച്, അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ചും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് റെയിൽവേയുടെ ബാച്ചാണ്. നമ്മൾ റെയിൽവേ കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം. സോ നമുക്ക് റെയിൽവേയുടെ ബാച്ച് വേണം. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ റെയിൽവേ ബാച്ച് 2 നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 7 നമ്മുടെ ബാച്ച് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറച്ച്, അതായത് ഫസ്റ്റ് ഓറിയൻറ്റേഷനും ദെൻ ആൾട്ടർ ഡേയ്സും ഒക്കെയാണ് ക്ലാസ് കൊടുത്തത്. ഈ മാസം മുതലാണ് നമ്മൾ ക്ലാസ് കറക്റ്റായിട്ട് ഓർഡറിലേക്ക് പോകുന്നത്. മാത്രമല്ല നമ്മുടെ ടൈം ടേബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് കൂടിയതും റെയിൽവേ ആവർത്തിക്കുന്നതുമായ വിഷയങ്ങളുടെ ആ ഒരു ക്ലാസ്സുകളാണ് ആദ്യം പോകുന്നത്. ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ആദ്യം നമ്മൾ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പോയി കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായെങ്കിലും നമ്മുടെ ക്ലാസ് ലൈവ് സെയിം ടൈം റെക്കോർഡഡ്, അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ. കുറച്ച് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. യെസ്, നിങ്ങൾക്കായിട്ട് 10 ബുക്കുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ 220+ അവേഴ്സിൻ്റെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്, അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ, മോക്ക് ടെസ്റ്റ്, റിവിഷൻ, മെന്റർ സപ്പോർട്ട് ഒക്കെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ബൈ നൗ എന്ന് കൊടുക്കുക. അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. ഡിസ്കൗണ്ട് കോഡ് മറക്കരുത്, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് 2323 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ. ഫുൾ പേയ്മെന്റ് ആണ്. ബാച്ച് 2 പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം. അതല്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചോളാം എന്ന മൈൻഡിലുള്ളവർ നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതായത് അവസരങ്ങൾ വല്ലപ്പോഴുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലേ? ആ അവസരം ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു അവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നല്ല എനർജറ്റിക് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എല്ലാ നോട്ടിഫിക്കേഷനും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ദെൻ നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഒരുപാട് ഫ്രീ കോണ്ടന്റും എക്സാംസും ഒക്കെ പോകുന്നുണ്ട്. സോ അതും കൂടെ ചെയ്യുക. ബൈ ബൈ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്